ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഹോം ടൂർ ആയിട്ടാണ് വരാറുള്ളത്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഹോം ടൂറായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് റൂഫിംഗ് എന്ന് പറയും. ഒരു അടിപൊളി റൂഫിംഗ് മെറ്റീരിയലും അതിൻ്റെ സ്ട്രക്ചർ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലേൻ്റെയും മലപ്പുറം ജില്ലേൻ്റെയും ബോർഡറിലായിട്ട് വരുന്നതാണ്. വിളയൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പ്ലേസിലാണ് നിൽക്കുന്നത്. ഡോക്ടർ മുസ്തഫ് ഖാൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള റഫീഖ മാഡത്തിൻ്റെ തറവാട് വീടാണ് ഈ കാണുന്നത്. സോ അവരുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇന്നത്തെ ട്രെൻഡിങ് മെറ്റീരിയലാണ് ടെൻസൈൽ റൂഫിംഗ് എന്നുള്ളത്. എല്ലാവർക്കും കേട്ടും കണ്ടൊക്കെ പരിചയമുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. എങ്ങനെയാണ് മെറ്റീരിയൽസ് കാര്യങ്ങൾ വരുന്നത്, നമ്മുടെ ഈ ഒരു കേരള കാലാവസ്ഥയ്ക്ക് എത്രത്തോളം അനുയോജ്യമാണെന്നുള്ളതും ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നതാണ്. അതുപോലെ പ്രൈസ് അറിയാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമ്മുടെ മലപ്പുറം മഞ്ചേരി ബേസിലായി പ്രവർത്തിക്കുന്ന സ്റ്റാറ്റസ് റൂഫിംഗ് എന്ന ടീമാണ് കേട്ടോ ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം സ്റ്റൈലിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ എടുത്ത് നിൽക്കുന്ന ഒരു പോർച്ചായിട്ടാണ്. സാധാരണ വീട്ടിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് കുറേ മോഡൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് വീടിനോട് അത് കുറച്ചും കൂടിയും അട്രാക്റ്റീവ് ആണോ അല്ലെങ്കിൽ മിങ്കിൾ നിൽക്കുന്ന ഡിസൈൻ ആണോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇത് ഏതൊരു വീടിനും യോജിക്കുന്ന ടൈപ്പിലാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. അതാണ് ഇവിടെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എനിക്ക് പറയാനുള്ളത്. അതും നമുക്കൊരു സിമ്പിളായിട്ടും കുറഞ്ഞ സ്പേസിലും കൂടി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോർച്ച്. സ്റ്റാറ്റസ് റൂഫിംഗ് നല്ല ടീമാണ് കംപ്ലീറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഓരോന്നായിട്ട് നോക്കണം. ഇവിടെ ഞാൻ വന്ന സമയത്ത് 3 കാറുകൾ ഉണ്ടായി കേട്ടോ. അപ്പോൾ അത്രയും 3 കാർ വരെ നിർത്തിയിടാൻ പറ്റുന്ന അത്രയും ലെങ്ത്തിലാണ് ഈ ഒരു പോർച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ ഒരു മെമ്പർ ആയിട്ടുള്ള ഷബീർക്കാണ്. ഹായ് ഷബീർക്ക. ഹായ്, നമസ്കാരം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു ടെൻസൈൽ റൂഫിംഗ് കൊടുക്കുന്നത് നിങ്ങൾ കേരളത്തിൽ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇതൊരു 4 വർഷത്തോളായി. 4 വർഷത്തോളായി. ഇതിനു മുൻപ് പുറത്ത്, അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യ പല ഭാഗത്തുനിന്നും വന്നിട്ട് ഈ സാധനം പല ഭാഗത്ത് നമ്മൾ തന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് നിലവിൽ അമൃത ഹോസ്പിറ്റലിൽ ഒരു പ്രൊജക്ട് ഉണ്ട് എറണാകുളത്ത്. അപ്പൊ അതൊക്കെ ശരിക്കും അവിടേക്ക് 22 വർഷമായിട്ട് ഈ മെറ്റീരിയൽ ഉണ്ട്. ഈ സാധനം യൂസ് ചെയ്ത് നമ്മുടെ ക്ലൈമറ്റില് ഇത് ശരിക്കും യൂറോപ്പ് ബേസ്ഡ് ആണ് ഈ മെറ്റീരിയൽ വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇത് കൂടുതൽ ഇപ്പൊ നമുക്കിപ്പോ കൂടുതൽ റിക്വയർമെന്റ് ആണെങ്കിലും എൻക്വയറി ആണെങ്കിലും നമ്മുടെ പ്രൊജക്ട് കണ്ടിട്ട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ GCC കൺട്രീസ് എന്നാണ്. അവിടെ ഇത് ഓൾറെഡി ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. അതായത് അവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും കാര്യം ഒരു സൈഡിൽ പില്ലർ കൊടുത്തിട്ട് ഫുള്ള് ലെങ്ത് ആയിട്ട് ഈ സാധനം ചെയ്ത് ഇങ്ങനെ പോരുന്നുണ്ട്. ഈ ഒരു മോഡലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈന് നമ്മള് ആണ് കേരളത്തിലോട്ട് ഫസ്റ്റ് ഇവിടെ ഇത്രയും ഇംപ്ലിമെന്റ് ചെയ്ത് ഇപ്പൊ ശരിക്ക് ഒരു മാസം തന്നെ ഏകദേശം ഒരു 20-22 പ്രൊജക്ട്, നമുക്കൊരു 50ഓളം പ്രൊജക്ട് ഒരു മാസം റൺ ചെയ്ത് പോകുന്നുണ്ട് ഈ ടെൻസൈൽ റൂഫിങ്ങില്. അത് കാർ പോർച്ച് മാത്രല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്നത് കാർ പോർച്ച്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് കസ്റ്റമർ ചോദിക്കുന്ന ഈ ഒരു ഡിസൈനാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ കൊളത്തൂര്, നമ്മുടെ വളാഞ്ചേരി പോകുന്ന വഴി കൊളത്തൂർ മുജീബ് ഖാൻ എന്ന് പറഞ്ഞ ഒരു NRI കസ്റ്റമർ ആയിരുന്നു. പുള്ളിയുടെ വീട്ടിലാണ് ഫസ്റ്റ് നമ്മൾ ഈ സാധനം ചെയ്തത്. ഒരു 3 പില്ലറിൽ ഒരു 9 മീറ്റർ ലെങ്ത്തും ഒരു 6 മീറ്ററും, ഏകദേശം ഇതേ സെയിം ഡിസൈൻ തന്നെ. അപ്പൊ ഈ അടുത്ത് കൂടെ പുള്ളി സംസാരിച്ചപ്പോ പറഞ്ഞത് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണെങ്കിലും ഒരു ഔട്ടായി പോവാത്ത ഏത് വീടിനും, അതായത് വീടിന്റെ എക്സ്റ്റീരിയറിന്, ഇപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഹോം ടൂറും കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഒരു എക്സ്റ്റീരിയറിന് ഒരു പ്രശ്നം പറ്റാത്ത രൂപത്തിൽ ആ ഒരു ഭംഗി കൂട്ടേ ഉള്ളൂ ഈ ഒരു ടെൻസൈൽ റൂഫിങ്ങും പിന്നെ ഈ ഒരു ഡിസൈനും. ഇത് ഏകദേശം ഒരു 9.5 മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്. ഒരു 6.20ഓളം പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ശരിക്കും നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. നമ്മളൊരു 6 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിയുടെ ലെങ്ത് 4.25 മീറ്റർ ആണ്. 4 മീറ്റർ 74 സെന്റിമീറ്റർ ആണ് ഒരു ഇന്നോവ. അല്ലെങ്കിൽ ഏകദേശം അതിനോട് സമാനമായിട്ട് ഒരു 5 മീറ്ററിന്റെ ഉള്ളിൽ വരുന്ന വണ്ടികളൊക്കെ ഈ ഒരു 6 മീറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇപ്പോൾ കറക്റ്റ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മഴയാണെങ്കിലോ കാര്യങ്ങളാണെങ്കിലോ ഒന്നും നനയാണ്ട് കറക്റ്റ് ചെയ്തിട്ട് കിട്ടും. അതെ, പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് കൊടുക്കും, വണ്ടി അകത്ത് കയറി കിടക്കും. അതെ, ഇതൊരു 6.20ഓളം വരുന്നുണ്ട് ടോട്ടലി. എല്ലാ സൈറ്റിലും ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അത് പിന്നെ ഇത് ഏകദേശം ഒരു 7 മീറ്ററോളം 6.80ഓളം നമുക്ക് ഇതേ ഡിസൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാടാവുമ്പോൾ ഇതിന്റെ ഒരു അലൈൻമെന്റ് ഒരു ഇതുണ്ടല്ലോ, അത് കുറച്ച് കൂടി കഴിഞ്ഞാൽ ഒരു വൃത്തിയുടെ. അപ്പോൾ ഒരു സൂട്ടായ രൂപത്തില് വീടിന് പറ്റുന്ന ഒരു 6.20ന്റെ ഉള്ളിൽ
ഒരു ഫോർച്യൂണർ ഇന്നോവയൊക്കെ നനയാണ്ട് കയറി കിടക്കും. പിന്നെ ആളുകൾക്കുള്ള സംശയമാണ്, കാരണം ഇത്രയും ഒരു സ്ട്രക്ചർ ഈ ഒരു പില്ലർമല നിൽക്കുന്നത് എന്നുള്ളത് അതെങ്ങനെയാണ് വരുന്നത്? അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇതിന്റെ അടിയിൽ ഒരു വലിയ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 3 സാധനം ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 30,000-35,000 രൂപയുടെ കോസ്റ്റ് വന്നിട്ടുണ്ടാവും കസ്റ്റമറെ സംബന്ധിച്ച്. കാരണം ഏകദേശം ഒരു 4 അടിയോളം താഴ്ച, 120 സെന്റിമീറ്റർ താഴ്ചയും ഒരു 90 സെന്റിമീറ്റർ ലെങ്ത്തും വെടുത്തിലും ആയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കൊടുത്തിട്ട് നമ്മുടെ പില്ലറിനൊക്കെ ഫൂട്ടിങ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം PCC പിന്നെ RCC ആക്കി ചെയ്തിട്ട് ഫുള്ളി ബോക്സ് ചെയ്യാണ്ട് ഫുൾ കോൺക്രീറ്റ് കൗണ്ടർ വെയിറ്റ് കൂടുതൽ കൊടുത്തിട്ടാണ് ഇത് നിർത്തുന്നത്. പിന്നെ ഇത് അതായത് ഇതിന്റെ സ്ട്രക്ചർ എല്ലാം ടാറ്റയുടെ പൈപ്പാണ് കൊടുക്കാറുള്ളത്. ടാറ്റയുടെ മൈൽഡ് സ്റ്റീല് പൈപ്പ് കൊടുക്കും. ഇത് ശരിക്ക് 8 ഇഞ്ച് എന്ന് പറയും, 219.1 ഔട്ട്ലെറ്റായ വരുന്ന പൈപ്പാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 4 മില്ലി തിക്നെസ് വരുന്നുണ്ട്. അതായത് ഹെവിയാണ് മെറ്റീരിയൽ. ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകളെല്ലാം ഹെവിയാണ്. കാരണം അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ ശരിക്കും ഇതിന്റെ പർലിങ് സാധാരണ ഒരു പോളികാർബൺ ഷീറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂഫൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരുപാട് പൈപ്പുകൾ കൊടുക്കണം. ഇതിൽ ശരിക്കും സെൻട്രൽ മാത്രമേ ഒരെണ്ണം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത് ശരിക്കും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ടെൻഷൻ കൊടുത്ത് ടൈറ്റ് ആക്കി നിർത്തിയ സാധനം ഈ പൈപ്പ് സ്ട്രെങ്ത് അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ബെൻഡായി പോകും. അത്രയും ടെൻഷൻ ഇത് എടുക്കും. അതെ 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 അതെ. നമ്മൾ ഈ സൈറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫാബ്രിക് ആണ്. ഇവിടെ ഈ മുകളിൽ കാണുന്ന മെറ്റീരിയൽ ഈ ഒരു വൈറ്റ് ഫാബ്രിക് ആണ്. അതെ, PVC കോട്ടഡ് ആയിട്ടുള്ള ബെൽജിയം മെയ്ഡ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണത്. ഒരു അതെ, 2 സൈഡും ഒരേ സ്മൂത്ത് ആയിട്ടാണ് വരുന്നത്. വലിക്കണെന്ന് പറഞ്ഞാൽ ഇത് ശരിക്ക് വരുന്നത് 2.60 അല്ലെങ്കിൽ 3 മീറ്റർ വിടത്തിൽ റോൾ ഫോമിലാണ് മെറ്റീരിയൽ വരുന്നത്. ഇപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ ശരിക്കും അത് സൂം ചെയ്താൽ മാത്രമേ കാണുള്ളൂ. ഇതിന്റെ സെന്ററിൽ ശരിക്കും ഒരു ജോയിന്റ് വരുന്നുണ്ട്, ഫാബ്രിക് ലെങ്ത് ആയിട്ട്. ഇത് ശരിക്കും വാട്ടർ പ്രൂഫ് ആണ്, എയർ ടൈറ്റ് ആണ്, തെർമൽ വെൽഡിംഗ് ആണ് ഈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡുകളെല്ലാം ഇതിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ സ്റ്റീലിന്റെ ആക്സറീസ് നിങ്ങൾ നേരത്തെ ചോദിച്ചില്ല ഇതെങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മെഷർമെന്റ് അത് CAD ഫയൽ സെറ്റ് ചെയ്തിട്ട് മെഷീൻ വെച്ചിട്ട് ലേസർ മെഷീനിലാണ് ഇതിന്റെ ഫാബ്രിക് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന്റെ ശേഷം ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറത്തൂടെ ഒരു PVC കാഡറാണ് ഈ കൊടുത്തിട്ടുള്ളത് പുറത്തൂടെ. അത് ശരിക്കും ഇങ്ങനെ വെച്ചിട്ട് വെൽഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ മുകളിലും താഴെയും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 304 ഗ്രേഡ് വരുന്ന അതിന്റെ ഫിക്സിംഗ് ആക്സസറീസ് വെച്ചിട്ട് സ്ട്രക്ചറിലോട്ട് നേരിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത്. അതെ അതെ അതെ. ഇതില് ഏകദേശം 12-14 കളേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഫാബ്രിക്കിന് പിന്നെ ചെറിയൊരു വ്യത്യാസം കൂടെ ഉണ്ട്. നമ്മൾ ടെൻസൈൽ റൂഫിങ് ശരിക്കും കണ്ടിട്ടുള്ളത് കൂടുതലും ചെറിയൊരു ട്രാൻസ്പെറൻസി ആ മെറ്റീരിയലിന് ഉണ്ടാവും. ഇത് ശരിക്കും അറിയില്ല, ചെറിയ ട്രാൻസ്പെറൻസി ഉണ്ടാവും. ഈ സാധനം നമ്മൾ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൽ ശരിക്കും ജോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ജോയിന്റ് ഒക്കെ എടുത്ത് കാണിക്കും, ഒരു ലൈൻ ആയിട്ട് കാണിക്കും. ഈ മെറ്റീരിയൽ ഏറ്റവും ബെറ്റർ കോണിക്കൽ ഷേപ്പ് ടെൻസൈൽ റൂഫിംഗ് ഉണ്ട്, ഈ കൊട പോലെ വരുമല്ലോ, ആ സാധനത്തിന് ഇത് ഭയങ്കര ഭംഗിയാണ്. കാരണം അതിന്റെ ആ ഒരു ജോയിന്റും അതിന്റെ മുകളിൽ ഒരു ഫ്ലവറിന്റെ ഡിസൈനും കാര്യമൊക്കെ ഡബിൾ ലെയറിൽ വരുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഇതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എയർപോർട്ടുകളിൽ കാര്യങ്ങളിലൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 4 വർഷമായി എന്ന് പറഞ്ഞല്ലേ, പലരും നമ്മളൊരു വീഡിയോ ചെയ്താലോ കാര്യങ്ങളൊക്കെ പറയും ഇത് കേരളത്തിലെ ക്ലൈമറ്റിൽ ചളി പിടിക്കും, പ്രശ്നമാവും, കളർ ഫെയ്ഡ് ആയി പോകും എന്നുള്ളൊരു കാര്യം ഈ മെറ്റീരിയലിൽ വരുന്നുണ്ട്. ചെയ്ത് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത് നോർമൽ ടെൻസൈൽ ഫാബ്രിക് ആണ്, നോർമലി വരുന്നതാണ്. ഇത് ട്രാൻസ്പെറൻസി ഇല്ലാത്ത ബ്ലാക്ക് ഔട്ട് ഒപ്പേക്ക് ഫാബ്രിക് ആണ് ഈ വരുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ എയർപോർട്ടുകളിലൊക്കെയാണ് ഇത് ഇങ്ങനെ കാണാറുള്ളത്. അവിടെയൊക്കെ ശരിക്കും ഇവര് ആളെ വെച്ചിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിശ്ചിത ടൈം പീരീഡിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. നമ്മൾ വീടുകളിലൊന്നും ആയി കഴിഞ്ഞാൽ ഈ സൈറ്റ് ഇപ്പൊ ചെയ്തിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ 1.5 വർഷത്തോളമായി കാണും, ഏകദേശം 1.5 വർഷത്തിന്റെ അടുത്ത്. ഇപ്പൊ നമ്മളിപ്പോ ഇത് 1 മാസം മുൻപ് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് വാഷിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ക്ലിയർ ചെയ്ത് വിട്ടതാണ്. പഴയ ഫിനിഷിങ്ങിലോട്ട് ഇത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഹൈറ്റും കസ്റ്റമൈഡ് ആണ് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കാറുള്ളത്. ബാക്ക് സൈഡിൽ, അതായത് ഇത് നമ്മളെ ക്ലൈമറ്റ് നമ്മളെ നാട്ടിലൊരു കാലാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ബാക്ക് സൈഡിൽ ശരിക്ക് ഒരു 2 മീറ്റർ 2.10 ഹൈറ്റ് ആണ് ബാക്കിൽ കൊടുക്കാറുള്ളത്.
ഫ്രണ്ട് പിന്നെ സൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നോർമലി ഒരു 270, 260 ഒക്കെയാണ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത്. പിന്നെ ചിലർക്ക് ചിലപ്പോൾ ട്രാവലറോ വല്ല വണ്ടികളോ എന്തെങ്കിലും കയറ്റണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കും. ക്ലീൻ ചെയ്യാൻ ഇതിന്റെ മുകളിൽ അതിന്റെ നമ്മൾ ആ സമയത്ത് ഫോട്ടോസും കാര്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. ഇതിന്റെ മുകളിൽ കയറി നടന്നിട്ടാണ് വർക്കേഴ്സ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ണൂരെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സൈറ്റിൽ തേങ്ങ വീണിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ വർക്കേഴ്സ് 2-3 പേര് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോ എന്തെങ്കിലും മെയിൻ്റെനൻസോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കയറി വന്ന് നടന്ന് വർക്ക് ചെയ്യാറുണ്ട്. അത് എവിടെയെന്ന് വെച്ചാല് നമ്മൾ ഈ പൈപ്പിന്റെ മുകളിലല്ല, പർലിംഗ് ഇല്ലാത്ത ഭാഗത്തൂടെ കയറാൻ പറ്റും. അത്രയും സ്ട്രെങ്ത്തിലാണിത്. ഇത് അതായത് ഇതിലിപ്പോ നമ്മളിപ്പോ ഇതിലൊക്കെ സൈഡിലൂടെ ശരിക്കും PVC കാറ്റർ കൊടുത്ത് ഡബിൾ വെൽഡിങ് കൊടുത്താണ്. ഇതന്നെ ശരിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒന്ന് കീറാനൊന്നും നമുക്ക് കയ്യോ മാനുവലി പറ്റൂല. ഇതില് നടക്കണ കാര്യമില്ല. നമുക്ക് സാധാരണ ഏതൊക്കെ സൈസിൽ ഈ ഒരു ടെൻസി റൂഫിംഗ് ചെയ്യാം? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാബ്രിക് ശരിക്ക് കസ്റ്റം മെയ്ഡ് ആണ്. അതായത് ലേസർ മെഷീനിൽ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞില്ല, ഏത് സൈസിൽ. ഇതിന്റെ വേറെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്ക് സൈഡ് ഒരു 3 മീറ്റർ ഉണ്ടാവും ചില വീടുകളിൽ, ഫ്രണ്ട് സൈഡ് എത്തുമ്പോൾ ഒരു 4 മീറ്റർ ഉണ്ടാവും. കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കും, മുറ്റം അങ്ങനെയൊക്കെ കിടക്കുമല്ലോ. അവിടെയൊക്കെ ശരിക്ക് കറക്റ്റ് സൈസിലോട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നോർമലി നമ്മൾ കൊടുക്കാറുള്ള ഒരു വീട്ടിലെ സിംഗിൾ പർപ്പസിനാണെങ്കിൽ ഒരു 6 മീറ്റർ ലെങ്ത്തും 4 മീറ്റർ വീതിയും ഒരു സിംഗിൾ കാർ, ഒരു 1-2 ബൈക്കും 2 വീലറും പാർക്ക് ചെയ്യാൻ പറ്റും. 2 വണ്ടിക്കാണെങ്കിൽ 6 മീറ്റർ ലെങ്ത്ത് 6 മീറ്റർ വിഡ്ത്ത്, ഒരു 2 ഇന്നോവ ഫോർച്യൂണർ ലെവലിലുള്ള വണ്ടിയും 1-2 2 വീലർ ഇടയിലും പാർക്ക് ചെയ്യാൻ പറ്റും ആ രൂപത്തിൽ. പിന്നെ 3 വണ്ടിക്കും കാര്യങ്ങളും ആണെങ്കിൽ ഈ രൂപത്തിൽ ഒരു 9 മീറ്റർ, ഏകദേശം 10 മീറ്ററിന്റെ അടുത്തുണ്ട്. ഇത് ഈ സ്പേസ് മൊത്തം യൂസ് ചെയ്തതാണ്. ഇങ്ങനെ യൂസ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. അത് ഈ ഒരു ഡിസൈന് മാത്രമല്ല, ഒരുപാട് ഡിസൈൻ ഉണ്ട്. നമ്മളിപ്പോ 2 വണ്ടിക്ക് ഒരൊറ്റ പില്ലർ വെച്ചിട്ട് ചെയ്യുന്ന ഡിസൈൻ ഉണ്ട്. ഒറ്റ പില്ലർ തന്നെ ഡിസൈൻ വേറെ ചേഞ്ചസ് ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. ആ ഒരു രൂപത്തിലും ചെയ്തെടുക്കാൻ പറ്റും ഇത്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പില്ലറും കാര്യങ്ങളൊക്കെ പുറകിൽ കുറച്ച് മതി. സ്ട്രക്ചർ ചെറിയൊരു, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ രൂപത്തിലായിരിക്കും. ഈ ഒരു പോർഷനൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് ലൈറ്റ് കൊടുക്കാൻ പറ്റും. ലൈറ്റ് ഇതിൽ നിലവിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങള്. ഈ ഒരു സെന്ററിലെ ഇതിൽ കൊടുക്കാറുണ്ട്, പല രൂപത്തിൽ കൊടുക്കാറുണ്ട്. ചിലതൊക്കെ ഞങ്ങളെ ചാനലിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് ചിലപ്പോ ഈ സെന്ററിൽ ഇതില് ഒരു റൗണ്ട് ഷേപ്പിൽ കൊടുത്തിട്ട് അതിന്റെ താഴെ തൂക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ പല രൂപത്തിലും പോസിബിൾ ആണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോസിബിൾ ആണ്. പിന്നെ എനിക്ക് അറിയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഈ ഒരു മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മള് വീടിനോട് ചേർന്നിട്ട് ഇത് കൊടുത്തൂടെ? കൊടുക്കാൻ പറ്റും. അതെ, വീടിന്റെ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വീടാണെങ്കിൽ അതിന്റെ ഒരു സൺഷെയ്ഡിന്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ മെയിൻ സ്ലാബിന്റെ നേരെ താഴേന്ന് പ്രൊജക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് അറ്റാച്ച് ചെയ്ത് കാർ പോർച്ച് അല്ലാത്ത പർപ്പസുകൾ നമുക്ക് കൂടുതൽ വരുന്നത് വീടിന്റെ ഫ്രണ്ടേജ്. ഇപ്പൊ ഈ വീട്ടില് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഈ ഗ്ലാസ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇതേ പാറ്റേണിൽ നമുക്ക് ടെൻസൈൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കട്ടിങ് കാര്യങ്ങൾ ഇതെല്ലാം സിമ്പിൾ ആയിട്ട് തന്നെ. ഇതിലും ഇപ്പൊ കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളല്ലോ, ഇതേപോലെ കുറച്ച് സ്ട്രക്ചർ കൊടുത്തിട്ട് ഈ ഒരു പാറ്റേണിൽ തന്നെ മെറ്റീരിയൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ സ്വിമ്മിംഗ് പൂളുകള്, അതിന്റെ റൂഫ് കാര്യങ്ങള്, പിന്നെ ചിലപ്പോ ചിലര് വീടിന്റെ മുറ്റത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ സൈഡിൽ എവിടെയെങ്കിലും ഒരു കൊട പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ ഓപ്പൺ ടെറസിലും ഭംഗിക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇത്ര ഈ ഒരു മെറ്റീരിയൽ ഒക്കെ വരുമ്പോ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും ആൾക്കാരുടെ സംശയമാണ് പ്രൈസിനെ കുറിച്ചുള്ളത്. പ്രൈസിന്റെ കാര്യം അതെങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നോർമൽ റൂഫിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആണ്. അതായത് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 500 to 550 ആണ് ഇപ്പൊ സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത്. 550 ഉള്ളിലാണ് റേറ്റ് വരുന്നത്. ഈ സാധനം 540 per സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. പ്ലസ് ഫൗണ്ടേഷൻ അവൈലബിൾ ആണ് നമുക്ക്. എങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. റൂഫിംഗ് പർപ്പസിൽ ഉപയോഗിക്കുന്നതുമാണ്. വർഷങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അമൃതയിലൊക്കെ 10-22 കൊല്ലമായിട്ട് ഈ സാധനം ഉണ്ട്. അതായത് ഇതിപ്പോ വേറെ രൂപത്തിൽ കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് സിംഗിൾ പർപ്പസിന് പ്രൈസ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് അതുകൊണ്ടാട്ടോ. സിംഗിൾ പർപ്പസ് 4/6 ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു കസ്റ്റമർക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം 1.56 1,56,000 ഉള്ളില്
ടോട്ടൽ പ്രൈസ് വരും. ഫൗണ്ടേഷൻ ഉൾപ്പെടെ ഒരു കസ്റ്റമർക്ക് വരുന്ന ടോട്ടൽ ഫൗണ്ടേഷൻ ഇൻക്ലൂഡിംഗ് ആണ്, ഇൻക്ലൂഡിങ് സർവീസും അതെ കംപ്ലീറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അത് 2 വണ്ടിയിലോട്ട് മാറുമ്പോൾ ഏകദേശം ഒരു 210 215 ആ ലെവലിൽ വരും. ഈ സാധനമൊക്കെ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 318 ആ റേഞ്ചിലാണെന്നാ തോന്നുന്നു. 318 325 ഉള്ളിലാണ്. ഒരു 9 മീറ്റർ ബൈ 6 മീറ്റർ ചെയ്യുമ്പോൾ ടോട്ടലി ഇൻക്ലൂഡിങ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ കോസ്റ്റ് വരുന്നത് കസ്റ്റമർക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു അഫോർഡബിൾ ഒരു കാർ പോച്ച് എന്നുള്ള രൂപത്തിൽ ചെയ്യാൻ പറ്റില്ല. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഡിപ്പെൻഡ് ചെയ്തൊരു നമുക്ക് ചെയ്യാം. അതായത് നമ്മളിപ്പോ ഇതൊരു കാർ പോർച്ചാണ്. അതായത് ഒരു റൂഫിംഗ് ടൈലും കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് ഫസ്റ്റ് ഫൗണ്ടേഷൻ ചെയ്ത് പില്ലർ ചെയ്ത് 4 പില്ലറും കൊടുത്ത് അതിന്റെ മുകളിൽ പ്ലാസ്റ്ററിങ്ങും പുട്ടി വർക്കും പ്ലാസ്റ്ററിങ്ങും കാര്യം പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞ് ചെയ്ത് ഇതിന്റെ ഒരു ഫിനിഷിംഗ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ 2-3 കാര്യങ്ങൾ. ഒന്ന് ഈ ഒരു ഭംഗി, രണ്ടാമത്തെ കാര്യം വീടിനെ ബാധിക്കൂല. അതായത് വീടിന്റെ ഒരു എക്സ്റ്റീരിയറിന്റെ ഭംഗി ഒരിക്കലും വൃത്തികേടാവാത്ത രൂപത്തിൽ ചെയ്യാം. മൂന്നാമത്തെ പില്ലറിന്റെ തടസ്സമല്ല. അതായത് ഇവിടെ ഇപ്പൊ 2-3 കാലും കൂടെ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് ഇടാനും തിരിക്കാൻ സ്പേസ് അത്രയും യൂസ് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാല് കോസ്റ്റ് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കോൺക്രീറ്റ് പോസ്റ്റ് കോൺക്രീറ്റിലൊരു പോർച്ച് ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. നോർമലി ഇപ്പൊ ഒരു ട്രഫോർഡ് ഷീറ്റ് വെച്ചിട്ട് സാധാ ഷീറ്റ് വർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് എക്സ്പെൻസീവ് ആണ്. സർവീസിനെ കുറിച്ച് എങ്ങനെയാണ് വരുന്നത്? ഞങ്ങള് ഇത് ഒരു ചെറിയ രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ഒരു 2019-20 ആ ടൈമിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുറത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെ അപൂർവം ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് നാദാപുരം ഭാഗത്താണ് ഫസ്റ്റ് ചെയ്തത്. കസ്റ്റമർ ആണ് ഇപ്പൊ ഏകദേശം ഒരു മാസം ഒരു 45-50 വർക്കുകൾ ഒരു മാസം കവർ ചെയ്ത് പോകുന്നുണ്ട്. 10 ടീം ഉണ്ട്, ഏകദേശം ഒരു 10-15 സ്റ്റാഫ് ഓഫീസിലുണ്ട്. കാര്യങ്ങളുടെ എല്ലാം മഞ്ചേരി ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, അതായത് നമ്മളൊരു കസ്റ്റമറെ കയ്യിൽ നിന്ന് ഇപ്പൊ ഇതിന്റെ കോസ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും എമൗണ്ട് വാങ്ങിയിട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ ഫസ്റ്റ് അത് അവർക്ക് ഉപകാരപ്പെടണം, അവർക്ക് ആ യൂസിങ് കിട്ടണം. വാറണ്ടി 10 വർഷമാണ് ഇതിന്റെ വാറണ്ടി കൊടുക്കുന്നത്. 10 വർഷം വാറണ്ടി കൊടുക്കുന്നത്. കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞൊരു മാസം മുമ്പ് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. കാര്യങ്ങള് ഇത് പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഒരു വാഷിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ സൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുലാമന്തോള് റോഡിലെ മെയിൻ റോഡിലുള്ളതാണ്. ഒരുപാട് കസ്റ്റമർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്, അപ്പൊ എപ്പോഴും പറയാറുണ്ട് എന്ത്, ഒരുപാട് ആളുകൾ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നമ്പർ നിങ്ങളുടെ ഈ കോർണറിൽ ഉള്ളത് കൊണ്ട് അവരെടുത്തിട്ട് പോവാറുണ്ട്, കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു, കേരളത്തിലെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വർക്ക് കഴിഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ അവർ ഹാപ്പിയാണ്. നമ്മൾ ഈ ഒരു സർവീസിൽ അവർ ഹാപ്പി ആയിട്ട് കാണാറുണ്ട്. ബാഡ് ഫീഡ്ബാക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അതാണ് നമുക്ക് വേണ്ടത്. അതെ, നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മാഡത്തിന്റെ ഉപ്പയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഉപ്പ, ഞാനിവിടെ വരാൻ കാരണം തന്നെ ഒരു അടിപൊളി കാർ പോച്ച് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു ശരിക്കും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. നിങ്ങൾ ഈ ഒരു കാർ പോച്ച് സെലക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമുണ്ട്. ഇത് ദുബൈയിലൊക്കെ, ഞാൻ ദുബൈയിലാണല്ലോ കുറെ വർഷങ്ങളായിട്ട്. ദുബൈയിൽ ഇതേമാതിരിയുള്ള ഇത് നേരത്തെ ഉള്ളതാണ്. ദുബായിൽ കണ്ട ആ ഒരു സ്റ്റൈലോണ്ട് ഞാൻ വന്നു, ഇവിടെ നിങ്ങളെ യൂട്യൂബിൽ കണ്ടു, അപ്പൊ ഞാൻ വിളിച്ചു, അങ്ങനെ വന്നു. അതേമാതിരി ദുബൈയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ദുബൈയിൽ ഇപ്പൊ മിക്കവാറും ഇന്ത്യ കാർ പോർച്ചാണുള്ളത്, അതിനേക്കാൾ ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങള്. ഇപ്പൊ നമ്മുടെ ദുബായിത്തെ ഒരു കാലാവസ്ഥ പറഞ്ഞാൽ നമ്മുടെ കേരള കാലാവസ്ഥയുടെ ഒരു ബന്ധമില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇവിടെ ഈ ഒരു വർക്ക് ചെയ്തിട്ട് നിങ്ങളൊരു അഭിപ്രായം എന്താണ്? അഭിപ്രായം നല്ല അഭിപ്രായമാണ്. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ 100% ഞങ്ങൾ ഇതിൽ ഞങ്ങൾ തൃപ്തരാണ്. അപ്പൊ മഴക്കാലൊക്കെ ആകുമ്പോ ശീതലടിക്കണ പ്രശ്നമൊക്കെ നമ്മള് വരുന്നുണ്ട്. അങ്ങനത്തെ കുഴപ്പം ഇവിടെ വരുന്നുണ്ടോ? ഇല്ല, ശീതലടിക്കണ കുഴപ്പം. പിന്നെ ഒച്ചപ്പാട്, ഭയങ്കര ശബ്ദമാണ്, അങ്ങനത്തെ ഷീറ്റ് കിട്ടാൻ ശബ്ദം ഉണ്ടാവും. ഇതിന് എങ്ങനെയാണ് വരുന്നത്? അത് ഈ മഴ പെയ്യണ നേരത്തെ ചെറിയൊരു സൗണ്ട്, അത് ഉള്ളിൽ കടിക്കൊന്നുമില്ല, ഉള്ളിലേക്കും സൗണ്ട് ഇല്ല, ഡിസ്റ്റർബൻസ് ഒന്നും. അതിപ്പോ നമ്മളെ മുറ്റത്ത് മഴ ചെയ്താലും സൗണ്ട് ഉണ്ടാവുമല്ലോ, അതേമാതിരി തന്നെ ഉള്ളൂ. ആ ഒരു ശബ്ദം ആ ഒരു പിരിപ്പിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? പിന്നെ 100%. വർക്ക് വന്നിട്ടൊക്കെ ഉള്ള ഇതെങ്ങനെയാണ്? വർക്കേഴ്സും നല്ല വർക്കേഴ്സാണ്. കാരണം അവർ വന്നാൽ അവരെ ഭാഗം പണി പെട്ടെന്ന് തീർക്കും.
എത്ര ദിവസം കൊണ്ട് അപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്? ഇതിനൊരു 3 ദിവസം എടുത്തുള്ളൂ. 3 ദിവസം കൊണ്ട് ഇത്രയും ലെങ്ത് ഉള്ള ഒരു കാർപോച്ച് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ്. അതിനുള്ള സെറ്റപ്പിൽ ആൾ വന്നു. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്ക്രാച്ച് പോലത്തെ എന്തെങ്കിലും കണ്ടാൽ അവരെ വിളിച്ച് അപ്പം തന്നെ അവർ വരും, വന്ന് ക്ലീൻ ആയിട്ട് വിളിച്ച് ഇന്ന് വിളിച്ചാൽ നാളെ എന്തായാലും വരും. അത് റെഡിയാക്കി അവർ പോകുന്നുണ്ട്. വളരെ ക്ലിയർ ആണ്, 100%. നല്ലൊരു സർവീസ് അവർ തരുന്നുണ്ട്. ഉണ്ട്, സർവീസ് ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. എന്തായാലും ഡോക്ടർ ഇന്ന് പോവാൻ നിൽക്കാം. ഡോക്ടർ ഇപ്പൊ ഇന്ന് ദുബായിക്ക് പോവാൻ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ഞങ്ങളുടെ കൂടെ 2 മിനിറ്റ് നിന്നതിന് സോ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഈ ഒരു ടെൻസെ റൂഫിനെ കുറിച്ചുള്ള ഏകദേശ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ ടീമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഒരു പ്രീമിയം സ്റ്റൈലിലാണെങ്കിലും നല്ല വീടിനോട് യോജിച്ച രീതിയിൽ നല്ലൊരു കാർപോച്ചൊക്കെ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ മലപ്പുറം മഞ്ചേരി ആയിട്ടാണ് ഇവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ടീമായിട്ടാണ് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്പേസിനനുസരിച്ച് അവർ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരുന്നതാണ്. സോ സാധാരണ നമ്മളൊരു കാർപോച്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിന് വ്യത്യസ്തമായിട്ട് ഒരു എലഗൻറ്റ് ലുക്ക് നൽകുന്ന രൂപത്തിൽ കാർപോച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വിളിക്കാം. നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി ഇതുപോലെ വീട്ടിലേക്ക് ബന്ധപ്പെട്ട നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.